ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പരം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കാരം. അറിവിൻ്റെ ദേവത അമ്മ തമ്പുരാട്ടിക്ക് വന്ദനം. ശ്രീ ഗുരുവും ശാരദയും കൂട്ടായ്മയിലെ ബഹുമാന ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ, മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ആനന്ദ്ജി സാർ, അഡ്മിൻ പാനലിലെ മറ്റ് അംഗങ്ങളെ, ജിജ്ഞാസുക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ആത്മോപദേശശതകം മഹായജ്ഞാചരണം കർക്കിടകം 1 മുതൽ കന്നി 5 വരെ ആചരിക്കുന്ന പൂജാസമർപ്പണത്തിൽ എനിക്ക് പങ്കാളിയാകാൻ സാധിച്ചത് ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആത്മോപദേശശതകത്തിലെ 22-ാം ശ്ലോകമാണ് എനിക്ക് വ്യാഖ്യാനിക്കാൻ വിഷയമായി കിട്ടിയിരിക്കുന്നത്. തന്നിൽ തന്നെ പൊരുളായിരിക്കുന്ന ആത്മസത്യം ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തി അതിൽ അമരുന്നതിനു വേണ്ടി നാരായണ ഗുരു 100 ഉപദേശങ്ങൾ ശ്ലോകരൂപത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് ആത്മോപദേശശതകം. ആത്മോപദേശശതകം അറിവിൻ്റെ നിഘണ്ടുവാണ്. ആത്മാവ് പ്രകാശമാണ്, ആത്മാവ് അറിവാണ്, ഈ പ്രകാശം ബോധം തന്നെയാണ്. അതാണ് ആത്മാവ്. ഉരു എന്നാൽ ശരീരം, കരു എന്നാൽ ആത്മാവ്. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവായും അതേസമയം പുറത്തും ജ്വലിക്കുന്ന കരുവാണ് ആത്മാവ്. ഇരുളിൽ ഇരിക്കുമ്പോഴും സ്വയം അറിയുന്ന പ്രകാശമാണ് ആത്മാവ്. ഈ ആത്മസ്വരൂപത്തെ അവരവരായി നേരിട്ട് അനുഭവിച്ചറിയുന്നതിനെയാണ് തുര്യബോധം എന്ന് വിളിക്കുന്നത്. ആത്മാവ്, തുര്യബോധം അഥവാ ആത്മാവ്. മലയാള ഭാഷയിൽ ഗുരു രചിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക കൃതിയാണ് ആത്മോപദേശശതകം. 1897 അരിയുപ്പുറത്ത് വിശ്രമിക്കുന്ന വേളയിൽ ശിഷ്യന്മാരായ ശിവലിംഗദാസ് സ്വാമി, ചൈതന്യസ്വാമി എന്നിവരെ കൊണ്ട് എഴുതിയടിപ്പിച്ച് തീർന്നപ്പോൾ അതിൽ 114 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. ആശയങ്ങളൊന്നും വിട്ടുപോകാതെ അത് 100 ശ്ലോകമാക്കി ചുരുക്കി ആദ്യം വിവേകോദയം മാസികയിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ 1917 ആദ്യമായി പുസ്തക രൂപത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും പുറത്തിറക്കിയത്. മൃഗേന്ദ്രാമുഖമാണ് വൃത്തം. അദ്വൈത ദർശനം ആണ് വെളിപ്പെടുത്തുന്നത്. ഗുരുദേവൻ ലോകത്തിന് നൽകിയ അനുഗ്രഹപൂർണമായ വരദാനമാണ് ആത്മോപദേശശതകം. മലയാള ഭാഷയിൽ ഈ ഗ്രന്ഥത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു രചനയും ഇല്ല എന്നതാണ് സത്യം. ഇതിൻ്റെ രസം അനുഭൂതി കൊണ്ട് മാത്രമേ നുകരാൻ സാധിക്കുകയുള്ളൂ. നിരന്തരമായ ശ്രവണം, മനനം, ധ്യാനം എല്ലാം കൊണ്ട് തന്നെ ആത്മാനുഭൂതി പരമകൊടിലേക്ക് ഉയർത്തുന്നു. ഈ ഗ്രന്ഥം നിരന്തരം മനനം ചെയ്യുന്നവർക്ക് കഷ്ടപ്പാട് കൂടാതെ കഴിയുന്നതിനും അവസാനം പരമപദത്തിൽ മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ശ്ലോകം 22 ആരംഭിക്കാം. പ്രിയം അവരൻ്റെ എതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഈ പ്രകാരമാകും. നയം അതിനാല് നരന് നന്മ നൽകും. പ്രിയം അപരപ്രിയ ഹേതുവായി വരേണം. പ്രിയം അപരൻ്റെ, അതായത് മറ്റൊരുവൻ്റെ പ്രിയം. പ്രിയം അപരൻ്റെ, അപരൻ മറ്റൊരു, പ്രിയം എന്നുവെച്ചാൽ ഇഷ്ടം. മറ്റൊരുവൻ്റെ പ്രിയം ഏതാണോ അത് എൻ പ്രിയം, അത് എൻ്റെ പ്രിയമാണ്. സ്വകീയ പ്രിയം, സ്വകീയ പ്രിയം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയം, സ്വന്തം, എൻ്റെ പ്രിയം തന്നെയാണ്
അപരപ്രിയം, മറ്റൊരുവൻ്റെയും പ്രിയം. അപ്പം ഈ മറ്റൊരുവൻ്റെ പ്രിയം, അപരപ്രിയം, ആ മറ്റൊരുവൻ്റെ പ്രിയം ഇപ്രകാരമുള്ള എങ്ങനെയായിരിക്കും? നയം അനുസരിക്കുക വഴി മനുഷ്യന് നന്മ വരുത്തുന്ന പ്രവൃത്തിയാണ് ആയിരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രിയത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം. നമ്മൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അപരന് വരുന്ന സുഖം നൽകിയിടണമെന്നുള്ള ഒരു ശ്ലോകത്തിൻ്റെ ബേസാണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. അതായത് അവനവൻ സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവന് അതൊരു ഉപദ്രവമായിരുന്നു. അവനും അത് നല്ലതായിട്ട്, അവനും അത് നന്നായിട്ട് തന്നെ ഇരിക്കണം, അത് ആ പ്രവൃത്തി. അതുപോലെയാണ് ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിയം, നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രിയം ഇഷ്ടമാണ്. അപ്പം അത് മറ്റുള്ളവന് അത് ഇഷ്ടമാവും. ആ പ്രിയം മറ്റവനും ആ പ്രിയം ആയിരിക്കണം. അതായത് എൻ്റെ പ്രിയം തന്നെയാണ് മറ്റൊരുവൻ്റെ പ്രിയം. അതുപോലെ ഒരേ പ്രിയം തന്നെ ആത്മപ്രിയം അഥവാ ആനന്ദം തന്നെയാണ് പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു നയം. നയം വെച്ചാൽ പ്രിയത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ തമ്മിൽ വ്യത്യാസമാണല്ലോ. ഒന്നും ഇഷ്ടമായിരിക്കും, മറ്റൊരുവിന് അത് ഇഷ്ടമല്ലാത്തതായിരിക്കും. അപ്പം ജീവിതത്തിൽ പല അസ്വസ്ഥതകൾക്കും ഭയത്തിനും കാരണമായി തീരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ഭയത്തേക്കുള്ള പരമാവധി ഒഴിവാക്കുന്നതിനാണ് എല്ലാവർക്കും ഒരു സ്വീകാര്യമായ ഒരു നയം ഉണ്ടാകണമെന്ന് പറഞ്ഞത്. അതായത് സദാചാരത്തെയും ദുരാചാരത്തെയും വകതിരിച്ച് മനസ്സിലാക്കുന്നതിന് സാധിക്കണം. അപ്പം നന്മതിന്മകളെ വകതിരിക്കാനുള്ള ഒരു അളവ് പോലാണ് നമ്മൾ ഈ നയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനദണ്ഡം. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിതത്തെ നയിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് വെളിവാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ 22ാമത്തെ ശ്ലോകത്തിൽ കൂടി ഗുരു പറയുന്നത് അത് തന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ പ്രിയത്തെ തൻ്റെ പ്രിയമായും തൻ്റെ പ്രിയത്തെ മറ്റുള്ളവരുടെ പ്രിയമായും കാണുന്നതാണ് ജീവിതത്തെ നയിക്കുന്ന നയം. അപ്പം ആ നയമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് ആ നയം എന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം പ്രിയം മറ്റുള്ളവൻ്റെയും കൂടി പ്രിയമായിട്ട് തന്നെ കാണണം. അയാൾക്കും അത് പ്രിയമുള്ളതായിരിക്കണം. അയാൾക്കത് സ്വന്തം രണ്ടല്ല ഇവിടെ അദ്വൈതം ആണ് ഇവിടെ ദർശിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തനിക്ക് മാത്രം നന്മ വരുന്നത് ആണോ, അതോ തനിക്കും മറ്റുള്ളവർക്കും ഒരേ സമയം നന്മ വരുന്നതാണോ എന്നാൽ നമുക്ക് മറ്റുള്ളവർക്കും നമുക്ക് ഒരേ സമയം നന്മ വരുന്നത് തന്നെയാണ് ശരി എന്നുള്ളതാണ് ഈ നയം എന്ന ആ വാക്കിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ ഈ നയമാണ് നമ്മുടെ ജീവിതത്തിന് ജീവിതം മുന്നേറുന്നതിനുള്ള ശരിയായ പാതയെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതിൽ മനസ്സിലാക്കാം. ഇതാണ് ശ്രീനാരായണ ഗുരു ഈ ആത്മോപദേശത്തിലെ 22ാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് തരുന്ന ഉപദേശം. 100 ഉപദേശങ്ങളാണല്ലോ ആകെ, അതിൽ ഒരു ഉപദേശമാണ്. അതായത് ഇതിനകത്ത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവരവന് ആശയം തന്നെ ഉൾക്കൊള്ളുന്ന എൻ്റെ പ്രിയം മറ്റുള്ളവനത് അപ്രിയമാകരുത്. അതായത് അതൊരു നയം ആണ്. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരുവിൻ്റെ ഉപദേശം. എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രമിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗുരുധർമ്മ DK.